പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിന്റെ വക്കിൽ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വാക്ക് തർക്കങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും മറികടന്നുകൊണ്ടിപ്പോൾ ആഗോള എണ്ണ വ്യാപാരത്തെയും സമുദ്ര സുരക്ഷയും അന്താരാഷ്ട്ര നയതന്ത്രത്തെയും പോലും ഒരേ സമയം ബാധിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിമറിയുന്നത്. 2026 മെയ് 8 അന്ന് രാത്രിയോടെയായിരുന്നു വീണ്ടും സംഘർഷാവസ്ഥ പുതിയ തലത്തിലേക്ക് കടന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാക്ചി ആകട്ടെ അമേരിക്കയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയതോടുകൂടി തന്നെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തുന്നത് അന്താരാഷ്ട്ര തലത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന മേഖലയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ച അമേരിക്കയാകട്ടെ ഇറാന്റെ നീക്കങ്ങൾ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി തന്നെ ലോക എണ്ണ വിപണിയും അന്താരാഷ്ട്ര ശക്തികളും അതീവ ജാഗ്രതയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏത് നിമിഷവും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയം അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണം വിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായേക്കാമെന്ന ആശങ്ക പോലും ശക്തമാവുകയാണ്. 2026 മെയ് 9 ശനിയാഴ്ച പുലർച്ചെ തന്നെ പ്ലാറ്റ്ഫോം എക്സിലൂടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഒരു പ്രസ്താവന നടത്തുകയാണ് ചെയ്തത്. അതായത് അമേരിക്കയ്ക്കെതിരെ രൂക്ഷമായ ഒരു വിമർശനം അഴിച്ചുവിട്ടു. നയതന്ത്ര ചർച്ചകൾക്ക് പകരം അമേരിക്ക സൈനിക സാഹസികതയാണ് തിരഞ്ഞെടുത്തത് എന്നതായിരുന്നു അരാക്ചി അതിലൂടെ ആരോപണം ഉന്നയിച്ചത്. അമേരിക്കയുടെ ഏത് സമ്മർദ്ദ തന്ത്രവും ഒടുവിൽ അവരെ തന്നെ കുഴപ്പത്തിലേക്ക് വലിച്ചിഴച്ചേക്കാമെന്ന കടുത്ത മുന്നറിയിപ്പ് പോലും അദ്ദേഹം നൽകി. അതേസമയം ഇറാന്റെ മിസൈൽ ശേഷിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ്. 2024 ഫെബ്രുവരി 28 120% കൂടുതൽ ശക്തമായ മിസൈൽ ശേഖരവും ലോഞ്ചർ സംവിധാനങ്ങളും പോലും ഇപ്പോൾ ഇറാന്റെ കൈവശമുണ്ട് എന്നതാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. അമേരിക്കയോ ഇസ്രയേലോ പുതിയ സൈനിക നീക്കങ്ങൾക്ക് തയ്യാറായാൽ അതിനെ ശക്തമായി തന്നെ നേരിടാൻ ഇറാൻ സജ്ജമാണ് എന്ന സന്ദേശമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ തന്നെ വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രസ്താവന അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ നേരിട്ട് വെല്ലുവിളിക്കുന്ന ഒന്നായി തന്നെ മാറുകയാണ് എന്നും വിലയിരുത്തലുണ്ട്. ദ വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സമീപ സംഘർഷങ്ങൾക്ക് ശേഷം ഇറാന്റെ മിസൈൽ ശേഖരത്തിൽ ഏകദേശം 70% മൊബൈൽ ലോഞ്ചറുകളുടെയും 75% മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നതായിരുന്നു ആ വിലയിരുത്തലായി തന്നെ അമേരിക്ക വ്യക്തമാക്കിയത്. എന്നാൽ അരാക്ചിയുടെ മറുപടി ആകട്ടെ വളരെ വ്യക്തമായിരുന്നു. ഇറാൻ തന്റെ രാജ്യത്തെ പ്രതിരോധിക്കാൻ 100% സന്നദ്ധ തലത്തിൽ എത്തി നിൽക്കുന്നു എന്നതാണ് അത്. മാത്രമല്ല ഈ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് അമേരിക്കൻ സൈനിക സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് ഇറാന്റെ പുതിയ തന്ത്രപരമായ പ്രഖ്യാപനത്തെയാണ് ഇത് വിലയിരുത്തപ്പെടുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളും പരസ്യമായി തന്നെ പരസ്പരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമ്പോഴും തന്നെ അവിടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ അവിടെ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 2026 മെയ് 10 അന്ന് തന്നെ 30 ദിവസത്തേക്ക് ശത്രുത അവസാനിപ്പിക്കുവാനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണമായി തന്നെ തുറക്കുവാനുമുള്ള ഒരു താൽക്കാലിക കരാറിൽ എത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് അത് നടന്നുകൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിൽ വീണ്ടും പുതിയ സംഭവ വികാസങ്ങൾ ഉയരുന്നത്. മാത്രമല്ല അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ നിർദ്ദേശത്തിന് ഉടൻ മറുപടി ലഭിക്കുമെന്ന പ്രതീക്ഷ ഇവിടെ വെച്ചു പുലർത്തുന്നതായും വ്യക്തമാക്കുന്നു. എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതാണ് എന്നതാണ് വിലയിരുത്തൽ. ചില സമയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന സൂചന നൽകുമ്പോഴും മറ്റു ചില സന്ദർഭങ്ങളിൽ കടുത്ത അന്ത്യശാസനങ്ങളുമായി തന്നെ അദ്ദേഹം രംഗത്ത് വരികയും ചെയ്യുന്നത് കൂടുതൽ ആശയക്കുഴപ്പത്തിന് ഇടവെക്കുന്നതായും വിലയിരുത്തലുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.